നമസ്കാരം. ഈയിടെയായി നമ്മൾ ഒരുപാട് ഫ്രോഡുകളെ പറ്റി സംസാരിക്കുകയാണ്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വരെ ഇമ്പാക്റ്റ് ചെയ്ത IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൻ്റെ ചാണ്ഡിഗർ ശാഖയിൽ നടന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡിസ്കഷനിൽ തുടങ്ങാം. ഈ ഹരിയാന ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ അവർ ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ പണം നിക്ഷേപിച്ചിരുന്നു. ആ നിക്ഷേപിച്ചിരുന്ന പണം തിരിച്ച് അല്ലെങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പേപ്പർ മൂവ് ചെയ്തപ്പോൾ വളരെ അത്ഭുതകരമായി അവർ കണ്ടു. അതിനകത്ത് ഇവരുടെ ബുക്കിലുള്ള ബാലൻസും, അതായത് ഗവൺമെൻറ് ബുക്കിലുള്ള ബാലൻസും ബാങ്കിൽ കിടക്കുന്ന യഥാർത്ഥ പണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോഴാണ് ഏതാണ്ട് 590 കോടി രൂപയുടെ ഒരു വ്യത്യാസം അതിനകത്ത് കാണുന്നത്. ഹരിയാന ഗവൺമെൻറ്റാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ചെക്കുകളും മറ്റുമൊക്കെ ആയിട്ട് പഴയ രീതിയിൽ ഡിജിറ്റൽ ട്രാൻസ്ഫേഴ്സ് അല്ല, ചെക്കും മറ്റും ഒരു ഓത്തറൈസേഷൻ പേപ്പർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തായിട്ട് കാരണം, ഇതിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള അതിൻ്റെ ബ്രാഞ്ച് മാനേജർ ഉൾപ്പെടെ 3-4 പേരെ അതിനകത്ത് ഫേക്ക് സിഗ്നേച്ചർ, IAS ഓഫീസറുടെ ഫേക്ക് സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്. അൺഓതറൈസ്ഡ് ട്രാൻസ്ഫർ ഇൻടു പ്രൈവറ്റ് ഫേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബാങ്കിനകത്തും പുറത്തുമുള്ള ആളുകളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇത് കണ്ടുപിടിക്കപ്പെട്ടു. ഏതാണ്ട് 583 കോടിയോളം രൂപ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അപ്പോൾ ബാങ്കിൻ്റെ ഓഹരിയിൽ എല്ലാം ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പെട്ടെന്ന് പോവുകയും ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ആക്ഷൻ നടത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമയോചിതമായ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ്, ആ നിയമ നടപടികളൊക്കെ ചെയ്തതുകൊണ്ടും ഈ പറയുന്ന 3-4 പേരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പണം തിരിച്ച് പിടിക്കാൻ പറ്റി. ഏതാണ്ട് 20% ഷെയറാണ് ഓഹരി മാർക്കറ്റിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രാഷ് ചെയ്തത്. ഈ ഒരൊറ്റ ഫ്രോഡ്, ഇതൊരു സിസ്റ്റമിക് ഫ്രോഡല്ല, ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിലെ ആളുകൾ. അപ്പം അത് എന്തുമാത്രം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും RBIയും മറ്റുമൊക്കെ ടെമ്പററി ഈ ബാങ്കിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു, അവരുടെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ബാങ്കിങ് ബ്ലണ്ടർ എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, എസ്പെഷ്യലി ഈ പറയുന്ന ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിനെ പറ്റി നമ്മൾ വളരെ ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു നോർത്തേൺ ഇന്ത്യ സ്റ്റേറ്റിൽ നടന്നതുകൊണ്ട് നമ്മളിവിടെ വ്യാപകമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് പല നാഷണൽ ന്യൂസ് പേപ്പേഴ്സ്, ഡെയിലീസിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിലാണ് ഇത് വരുന്നത്. എന്നാൽ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ലേ? വാസ്തവമായി ഇതിനെപ്പറ്റി നമ്മളൊന്ന് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ഥിരമായി നമ്മുടെ കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷേ എന്നാൽ ഈ പത്രമാധ്യമങ്ങളൊന്നും അധികമായി അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ചെയ്താലും നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് ഒരു മലയാളിക്ക് ഇത് മറന്നു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ട്രിഗർ എന്ന് പറയുന്ന ഈ IDFC ഫസ്റ്റ് ബാങ്ക് ആണെങ്കിലും നമ്മൾ കേരളത്തിൽ നമ്മുടെ ഈ പറയുന്ന ഗവൺമെൻറ് എന്താണ് ചെയ്തത്? ഒരു ചെറിയൊരു റിസർച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2020 വഞ്ചൂർ സബ് ട്രഷറിയിലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് സീനിയർ അക്കൗണ്ടൻ്റായി പ്രവർത്തിച്ചിരുന്ന ഒരു ബിജുലാലോ മറ്റുമാണ് ഒരു 2 കോടി രൂപ ആ ആദിവാസി വെൽഫെയർ ഫണ്ടിൽ നിന്നും അടിച്ചു മാറ്റി എന്നുള്ള ഒരു ഇതുണ്ട്. അത് ഫോർജ് ട്രാൻസ്ഫർ, അത് എല്ലാം ഓൺലൈൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ്. ഇത് ഒരു മേക്ക് ചെക്ക് ഒരു രീതിയില്ല. ആർക്ക് വേണമെങ്കിലും പാസ്വേഡ് കൊടുത്താൽ ഡിജിറ്റൽ ട്രാൻസ്ഫേഴ്സ് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ പറയുന്ന രീതിയിലായിട്ട് മാറിയിരിക്കുന്നില്ലേ? അപ്പോൾ ഇത് 2024 നടന്നില്ലേ? ഈ 2020 നടന്നോ? കോവിഡ് സമയത്താകാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞാൽ 2024 ഇത് തന്നെ കണ്ടു. കഴക്കൂട്ടത്തൊരു സബ് ട്രഷറിയിൽ ഇതേ സ്കാൻഡൽ നടന്നു. ഒരു ജൂനിയർ സൂപ്രണ്ട് NS സാലിയോ ഒരു സുജ എന്നൊക്കെ പറയുന്ന ഒരു ഷാജഹാൻ, വിജയരാജ് എന്നൊക്കെ പറയുന്ന ആളുകളെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 15 ലക്ഷം ഡോർമെന്റ് അക്കൗണ്ട്സ്. ഇത് ചെയ്തെന്താ? മരിച്ചുപോയ ആളുകളുടെ ട്രഷറി അക്കൗണ്ടിൽ നിന്നും ഈ പറയുന്ന പണം അവർ പേഴ്സണലി മാറ്റി.
ഫോർജ്ഡ് ചെക്ക് ആകട്ടെ, ഫേക്ക് സിഗ്നേച്ചേഴ്സ് ആകട്ടെ, ഇതെല്ലാം മാസങ്ങൾ കൊണ്ട് ഇവരിത് മാറ്റി. ഇതിനകത്ത് ഈ പണം എങ്ങനെ മാറ്റുന്നു, അതിനകത്തുള്ള ആ ഒരു ഡീവിയസ് മെത്തഡോളജി യൂസ് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം നമുക്കില്ലേ? ഏതാണ്ട് കേരളത്തിൻ്റെ CNDG റിപ്പോർട്ട് പല റിപ്പോർട്ടുകളും CNDG കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കതിന് നമ്മുടെ നിയമസഭ അത് ഒരു വിലയും കൽപ്പിക്കാറില്ല. എന്നാലും നമ്മളിതൊരു പൊതുജന സമൂഹം അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഏതാണ്ട് 203 കോടിയുടെ ലാപ്സസ് ആണ് CNDG അവരുടെ റിപ്പോർട്ടിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻക്ലൂഡിങ് മിസ്അപ്രോപ്രിയേഷൻ ആകട്ടെ, ഫ്രോഡ് ആകട്ടെ, ഇന്റേണൽ കൺട്രോളിന്റെ ഫെയിലിയർ ആകട്ടെ, ഇതെല്ലാം കൂടെ ഏതാണ്ട് 200 കോടിയിൽ പരം രൂപയുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങും മറ്റുമൊക്കെ എല്ലാ 25,000 കോടിയുടെ സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് നടത്തുമ്പോൾ ഏതാണ്ട് അതിൻ്റെ എംപ്ലോയീസ് ഈ പറയുന്ന 100-200 കോടി രൂപയുടെ ഒരു ഫ്രോഡ് നടത്തിയിട്ടുണ്ട് എന്നൊരു കണ്ടെത്തലാണ്. അതായത് 2023 ഫൈൻഡിങ് എന്ന് പറയുന്നത് 4,478 കോടിയുടെ അനോമലിയാണ് പെൻഷൻ ട്രാൻസാക്ഷനിൽ കണ്ടിട്ടുള്ളത്. 18 മുതൽ 21 വരെ ഫണ്ട് മിസ്മാച്ചുകളുണ്ട്. 24 നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാട്ടർ പ്യൂരിഫയർ പ്രോജക്റ്റ് ഏതാണ്ട് 46 ലക്ഷം രൂപ ഇൻഫ്ലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല വരികയാണ്. ആ ആറ്റുകാൽ പൊങ്കാലയിൽ പോലും പണം എങ്ങനെ അടിച്ചു മാറ്റി. അപ്പോൾ ഇതെല്ലാം നികുതിപ്പണമാണ്. ഇതിനൊന്നും പ്രോപ്പർ അക്കൗണ്ടിങ്ങോ ഓഡിറ്റോ ഓവർസൈറ്റോ ഒന്നും ഇല്ലാത്തതിൻ്റെ ഇത് കേരളം സാർ 100% ലിറ്റററി സാർ എന്നൊക്കെ പറയാമെന്നല്ലാതെ ആക്ച്വലി ഹരിയാന പോലെ ഒരു സംസ്ഥാനത്ത് നടന്ന ഫ്രോഡിന് 24 മണിക്കൂർ കൊണ്ടാണ് അവർ ആ പണം തിരിച്ചു പിടിച്ചെങ്കിൽ, ഇന്ന് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഒരു ഇത് പറയുന്നതല്ല. ഇതിനൊരു എന്താണ് റിഫോം ചെയ്തത്, ഇതിനെന്താണ് ഒരു മാറ്റമുണ്ടായത്? എനിക്ക് തോന്നുന്നത് അതിനകത്തൊന്നും ഉണ്ടായില്ല. അതായത് ഡെഫിനറ്റായിട്ടും നമ്മൾ നേരത്തെ ഈ ബിരിയാണി കച്ചവടത്തിൽ ഉണ്ടാകുന്ന ഫ്രോഡിനെ പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് AI ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഡിജിറ്റൽ ട്രെയിലുകൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നു, സിറ്റിസൺസ് എങ്ങനെ വിജിലൻ്റ് ആകണം, അതിൽ എനിക്കിപ്പോൾ പറയാനൊക്കെ ഉള്ളൂ. നമ്മൾ എങ്ങനെ വിജിലൻ്റ് ആകണം, ബില്ലുണ്ടാകണം, UPI ഉണ്ടാകണം, അതിനകത്തുള്ള നമ്മുടെ അക്കൗണ്ട്സിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ വേണം. മാതാപിതാക്കൾ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട് എങ്ങനെ ആകണം, GST പോർട്ടലുകളോ ഹെൽപ്പ് ലൈനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യാനായുള്ള സഹകരണം ഉണ്ടാകണം. ഇതല്ലാതെ നമുക്ക് ഇന്നൊരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കറപ്ഷൻ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കറപ്ഷനാണ് ഇന്നും ഈ പറയുന്ന ഒരു ചേഞ്ച് ഓഫ് ഡൊമൈൻ ഒരു റെജീം ഉണ്ടായിട്ട് പോലും ഒരു യൂണിയൻ ലെവലിൽ സ്റ്റേറ്റുകളിലും മറ്റും നടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതെല്ലാം ആളുകൾ കൊടുക്കുന്ന നികുതി പണവും അവരിൽ നിന്നും നമുക്ക് ഒരു വെൽഫെയർ ഉണ്ടാകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ്. അപ്പോൾ ഇത് ഞാനും നിങ്ങളും ഉണ്ടാകുന്ന സമൂഹം ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം, ഇതിനെപ്പറ്റി വിജിലൻ്റ് ആയിരിക്കണം, ഇതിനെപ്പറ്റി പ്രതികരിക്കണം എന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. ഇനി ഒരു വീഡിയോയുടെ അടുത്ത പ്രാവശ്യം. താങ്ക് യു.